വീടൊക്കെ കണ്ടില്ലേ, ചെറിയ വീടാട്ടോ. ചിത്രൻ്റെ വീഡിയോസിലൊക്കെ കാണുന്ന പോലത്തെ വീട്, കാണുന്ന വീട്, കാണുന്ന പോലത്തെ അല്ല. വെള്ളം നോക്കി. ഗൈസ്, അപ്പോൾ ഇന്നിപ്പോ നമ്മൾ എത്രാമത്തെ ദിവസമാണ്? എൻ്റെ മോനെ, ഇപ്പം നല്ല തണുപ്പിലൂടെ ഞങ്ങളിപ്പോൾ സ്റ്റേ അടിച്ചിരുന്ന് കാണുന്നുണ്ടോ അറിയില്ല. ട്രെക്കിങ്ങിൻ്റെ ഇടയിലാണ്. ഇവിടുന്ന് 1 കിലോമീറ്റർ എന്തോ പോയാൽ ഉള്ളേരി എന്ന് പറഞ്ഞുള്ളൊരു സ്ഥലത്താണുണ്ട്. അവിടെ സ്റ്റേ അടിക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷെ നമുക്ക് അവിടേക്ക് എത്തൂല. നല്ല ടയേർഡായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് ലേറ്റായിരുന്നു രാവിലെ ഇറങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു റൂം എന്തോ ഉണ്ടെന്ന് തോന്നുന്നു അവിടെ. അപ്പോൾ ഇവിടെ ഒരു ദീദി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒരു ഹസ്ബൻഡ് വരുന്നുണ്ട്. ഇന്നലെ ടെൻ്റ് അടിച്ചു കൊടുത്ത് നമ്മൾ ഫസ്റ്റ് വിചാരിച്ച് സാധാ ഇങ്ങനെ പുറത്തല്ല ടെൻ്റ് അടിക്കുന്നത്. അപ്പോൾ പൈസ ഒന്നും മാണ്ടി വരില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു 300 രൂപ നമ്മളോട് വാങ്ങിക്കുന്നത്. പക്ഷെ അത് താഴത്താണ്. ഇവിടുത്തെ അവസ്ഥ എന്താണെന്ന് അറിയില്ല കേട്ടോ. ഇവിടെ വന്നപ്പോൾ നമ്മൾ 4 കോഫി ഓർഡർ ചെയ്ത് 4 കോഫി ഓർഡർ ചെയ്ത് നമ്മൾ വിചാരിച്ച് എന്തൊക്കെ 70 50 എന്തെങ്കിലും ഉണ്ടാവും. 150 ഉറുപ്പ്യ കേട്ടോ ഒരു കോഫിക്ക്. ഇഷ്യം കോഫി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ഒക്കെ ഓക്കെ ആയിരുന്നു. പക്ഷേ 600 രൂപ 4 കോഫിക്ക് അയക്കുന്നത്. 600 രൂപ പറഞ്ഞതൊക്കെ ഞെട്ടി ശരിക്കും. അപ്പം നമുക്ക് എന്താണെങ്കിലും കുക്ക് ചെയ്യാനുണ്ട് കുറച്ച് സാധനം. എന്തായാലും കുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കട്ടെ. എന്നാൽ ഓയ് नहीं नाम क्या है? नाम क्या है तुम्हारा? हाँ, नाम क्या है? ये सुबेदी हो, बीफ सन बना ना। सुबेदी सुबेदी तो पीने चला ही जा रहा हूँ, ठंडा ठंडा हो जाएगा। बताओ छोरा। ഗുഡ് മോർണിംഗ് എവ്രി വൺ. ഇന്നലെ രാത്രി ഇതാണ് നമ്മൾ ടെൻഡൻസി സ്റ്റെപ്പ് കയറി വന്ന്. ഇനി മേലോട്ട് ഇനിയും കുറേ കയറാനുണ്ട്. ഇവിടെ നല്ല സ്റ്റേ അടിച്ച കേട്ടോ. പക്ഷെ നമുക്ക് ടൈം 7 മണി എന്തോ ആയി. നല്ല തണുപ്പുണ്ട്. 6 ഡിഗ്രി. എത്ര കിतना डिग्री है मालूम है इधर अभी? डिग्री कितना मालूम है? ठंडा अंदर 8-10 होगा माइनस। माइनस नहीं आएगा? माइनस आएगा? नहीं है अभी, माइनस नहीं है ना? माइनस आएगा तो पानी वही आएगा, ഐസ് हो जाएगा. കാണിച്ചു തരാം. അവിടെ ബാത്റൂം ആയിരുന്നു കേട്ടോ അല്ലേ. നല്ല ബാത്റൂമാണ്, നല്ല ഹൈ ക്വാളിറ്റി ബാത്റൂമാണ്. എനിക്കിഷ്ടമായി എന്തായാലും. നല്ലൊരു എരുമുണ്ട് കേട്ടോ. ഇന്നലെ നമ്മൾ കാപ്പി കുടിച്ചത് എരുമപ്പാലുള്ള കാപ്പിയാണെന്ന് എനിക്ക് തോന്നുന്നു. കഴിക്കും മിക്കവാറും. 150 ഉറുപ്പ്യ കേട്ടോ കാപ്പിക്ക്. എൻ്റെ അമ്മേ, ആ ഞെട്ടൽ ഇപ്പോഴും മാറിയില്ല. ഓക്കെ, പല്ലേക്കട്ടെ. ഹായ് ബോലി, ഹായ്. ഓക്കെ, ബായ്. ആക്കിയില്ല, ചൂടുവെള്ളം ആക്കാം കേട്ടോ. ചൂടുവെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ നോക്കാം. ഫുൾ പാക്ക് ചെയ്യട്ടെ. അപ്പോൾ ഫുൾ സെറ്റായി. 2 ആൾക്കാർ പോയിട്ടോ. അപ്പോൾ അവിടുന്ന് ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ പോലെ ലെറ്റ്സ് ഗോ. ആള് ശ്വാസം കിട്ടുന്നില്ല. 1.5 മണിക്കൂറായി. വലിയ കുന്നിങ്ങനെ കയറി വരാം കേട്ടോ. ഓരോ സ്റ്റെപ്പും ഇനി മുന്നോട്ടുണ്ട്. ഇത്രയും നേരം കയറിയിട്ട് ഞങ്ങൾക്ക് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും അതാ. നിങ്ങൾക്ക് എന്തോ കാണാൻ പറ്റുന്നുണ്ടോ? ഞാൻ വൈഡാങ്കലാട്ടെ. ഹിമാലയൻ്റെ ഒരു തലയുണ്ടോ കണ്ണ്? എൻ്റെ മോനെ, എന്തൊരു രസമാണ് കാണാൻ. എങ്ങണ്ട്? സന്തോഷമായി കണ്ടപ്പോൾ. അതാണ് നമുക്ക് പിന്നെ ടു ഗോ മോർ ഒരു കാഴ്ചയാണ്. ആണോ സ്കൂൾ ഇതിൻ്റെ അതിൽ 500 1000 ഒക്കെ ഇട്ടിട്ടുണ്ടോ ആൾക്കാർ. അതിലിവിടെ ഓരോരുത്തരെ എഴുതിക്കുന്നു ഡേറ്റും ഒപ്പൊക്കെ സൈനൊക്കെ ഇട്ടിരിക്കുന്നത്. ഓരോ കൺട്രി എഴുതിക്കുന്നത്. USA, ജപ്പാൻ, ഓസ്ട്രേലിയ, ഹോളണ്ട്, ജർമ്മനി, മെക്സിക്കോ, പോളണ്ട്, ഇന്ത്യ, ഹോളണ്ട്, കൊറിയ, ജമ്മു. എന്തോ ഒരു കൺട്രി അല്ലേ. ഒരു ഉച്ചക്ക് എന്താ കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്തി കേട്ടോ. കുക്ക് ചെയ്ത് കഴിഞ്ഞ് എന്തായാലും ആ ബേക്കറിൽ കാണാം. ബേക്കറി കാണുന്നതാണ് ഉള്ളേരി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രാമം കേട്ടോ. അപ്പോൾ അങ്ങോട്ടേക്കാണ് ഇനി പോകേണ്ടത്. ഒരു 7.8 കിലോമീറ്റേഴ്സ്
ചിലപ്പം 2 കിലോമീറ്റേഴ്സിന് ബാക്കിയുണ്ട്. ഇങ്ങനെയും പോവാം. അതുപോലെ എങ്ങനെയല്ലേ എൻ്റെ അമ്മ അതിലെ കയറിപ്പോൾ. ഓ സ്ഥലം നോക്കി ജസ്റ്റ്. സോ ബ്യൂട്ടിഫുൾ. നല്ല ഹൈറ്റ് ഉണ്ട്. ഒരു സ്വർണ്ണ കളറുള്ള മല കാണാം. എന്തെങ്കിലും രസം. നമുക്ക് നടക്കാം. ലെറ്റ്സ് ഗോ. ചെറിയൊരു പർച്ചേസിങ് വന്നാട്ടോ. ഇവിടെയൊക്കെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. മറ്റേ ആ സ്റ്റേറ്റ് ആ സൗണ്ട് വരുന്നു. സൗണ്ട് വരുന്നോക്കി. എന്ത് രസമല്ലേ. രസമുണ്ട്. ഓ കിത്തനെ ആ 2500 2500. ഗുഡ് മോർണിംഗ് എവ്രിവൺ. അല്ലോ ഒന്നും പറയണ്ട ഇന്നലത്തെ അവസ്ഥ. ഇന്നലേക്ക് തോന്നുന്നു രാത്രി ഓൾമോസ്റ്റ് മൈനസ് എന്തോ വായിക്കും തോന്നുന്നല്ലേ. അപ്പോൾ മൈനസ് എന്തോ വായിക്കുന്നു. രാവിലെ എണീച്ചപ്പോൾ ടെൻറ്റിൻ്റെ മുകളിലൊക്കെ ഐസ് കട്ടയൊക്കെ ഉണ്ട്. ഇന്നലെ രാത്രി എങ്ങനെ ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ വെയിൽ വന്നപ്പോൾ വെയിൽ കഴിയാൻ വേണ്ടി ഞങ്ങൾ ആ ടെൻറ്റ് ഞങ്ങൾ കുറച്ച് താഴോട്ടേക്ക് അടിച്ചത്. അതൊക്കെ മന്ദനായി ഇപ്പൊ ഒന്നും അറിയുന്നില്ല തൊട്ടിട്ട്. ചെമ്മേ ഓ എൻ്റെ അമ്മ വെയിൽ കൊണ്ടപ്പോൾ എന്തൊരു ആശ്വാസം. നീക്കുന്നല്ലേ അമ്പലം. നമ്മൾ ട്രെക്കിങ് തുടങ്ങാൻ ടൈമായി. ഞാൻ ഇവിടുന്ന് ഇന്ന് എന്തായാലും ഷുവറായിട്ട് നമ്മൾ ഗുരപ്പാനി എത്തണം. അല്ലെങ്കിൽ പ്രശ്നമാണ്. രാത്രി ആയിട്ടുണ്ടെങ്കിൽ ഇതിനേക്കാട്ടിൽ എക്സ്ട്രീം തണുപ്പായി ഇനി വരാൻ പോണ്. കയറി കഴിഞ്ഞാൽ ഈ ഒരു മലയോട് മേലോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് അന്നപൂർണ്ണൻ്റെ വ്യൂ കറക്റ്റ് കാണാൻ പറ്റാണ്ട്. ഇവിടെ താഴോട്ട് വലിയ കൊല്ലിയാട്ടോ. താഴത്ത് വെള്ളം പോകുന്നുണ്ട്. ഇവിടെ നല്ല താഴ്ചയാണ് താഴോട്ടേക്ക്. ജീവിതത്തിൽ ഇതുമാതിരി ഇതിൻ്റെ എക്സ്പീരിയൻസ് ഉണ്ടാവുന്ന എനിക്ക് തോന്നില്ല. അല്ലോ കുറച്ച് തണുത്ത് കുറച്ച് കഷ്ടപ്പെട്ട് ഇനിയിപ്പോൾ എന്തൊക്കെ വരാതൊന്നും അറിയില്ല. പക്ഷെ എന്നാലും ഒന്നും മറക്കൂല. അപ്പോൾ ഏതായാലും നമുക്കിനി പാക്ക് ചെയ്യണം, വിടണം. ബാക്കി വൈലച്ച് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ പാക്കൊക്കെ ചെയ്ത് നമ്മളെ ലാസ്റ്റ് ഡേ ആണെന്ന് വിചാരിക്കുക. വീഡിയോ വന്നതിൻ്റെ താഴെയാണ് ടെൻ്റടിച്ച്. അതാ നമ്മൾ തുടങ്ങി. അപ്പോൾ ഇന്നത്തെ ട്രക്കിങ് തുടങ്ങി. ഏകദേശം ഒരു 3-4 കിലോമീറ്റർ ഉണ്ടാവും കയറാനായിട്ട്. നോക്കാം. ഓക്കെ, സോ നമുക്ക് ഒരു അർജൻറ്റീനയിൽ നിന്ന് തന്നിട്ടുള്ള ഒരാളെ കിട്ടിയിട്ടുണ്ട്. ഡാനിയോ. അപ്പോൾ ആള് ഗുരപ്പാനിക്ക് പോയിട്ട് വരും കേട്ടോ. നമ്മൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഉപരി ഉള്ളേരി നമ്മൾ വന്ന ടൗണിലേക്കാണ് പോകുന്നത് കേട്ടോ. സോ നൈസ് ടു മീറ്റ് യു. ഓക്കെ ബൈ. പിന്നെ അർജൻറ്റീന 3.5 കിലോമീറ്റർ ആട്ടോ കാണിക്കുന്നത് ഗുരപ്പാനി. അപ്പോൾ ഉള്ളേരിക്ക് വണ്ടി പോകണമായിരിക്കും ഇരങ്ങനെ. സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമുക്കിതാ ഫ്രാൻസിൽ നിന്നുള്ള നേപ്പാൾ ആ ഗൈഡ്നാച്ച 2 ആൾക്കാർ ചെല്ലുന്ന നാട്ടതാ. അയാളതാ നമ്മളെ ഇന്ത്യൻ്റെ ജേഴ്സി ഇട്ടിരിക്കുന്നത്, ക്രിക്കറ്റ് ജേഴ്സി. സോ നൈസ് ടു മീറ്റ് യു. വാട്ട്സ് യുവർ നെയിം? ലോകന. Hugo? Ram Adventure. ഓക്കെ. ഓലും ഗുരപ്പാനിക്ക് പോകുന്ന ടീം എന്നാണ് തോന്നുന്നത്. ഓലും നടന്നു പോകുന്നുണ്ട്. ഹലോ. നല്ല ഹലോ. നമ്മൾ തുടങ്ങല്ലേ, തോന്നെ വെയിറ്റ് ആക്കണ്ട, ഞാൻ പോവാം. സോ നമ്മളെ ഡെസ്റ്റിനേഷനായിട്ടുള്ള ഗുരപ്പാനിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗുരപ്പാനി ട്രെക്കിങ് കഴിഞ്ഞു. ഇനി നമുക്ക് പോണിയിൽ പിടിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒരു ഹോം സ്റ്റേ എടുത്തിട്ടുണ്ട്. 2500 3 ബെഡ്. 4 ആൾക്കാരുണ്ട്. നമുക്ക് ടെൻ്റ് അടിച്ച് നിൽക്കാൻ തീരെ പറ്റില്ല ഇവിടെ. കാരണം ഇവിടെ നല്ല തണുപ്പാണ്. ഇപ്പോൾ ടൈം 3 മണിയാണ് എന്തായി. ഇപ്പോൾ തണുപ്പ് നല്ല തണുപ്പാണ്. ഇപ്പം തന്നെ എത്ര 10 ഡിഗ്രിയോ അങ്ങനത്തെ തണുപ്പ്.
അപ്പോൾ രാത്രി ആകുമ്പോഴേക്കിനും ചിലപ്പോൾ മൈനസ് ആകാൻ സാധ്യതയുണ്ട്. ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റേ വെച്ച് കുക്ക് ചെയ്തത്. ഇതിൻ്റെ മുകളിൽ ഒരുപാട് ചോദിച്ചിട്ടാണ് കേട്ടോ കുക്ക് ചെയ്ത്. ഓ, നമ്മൾ ഡോർ ലോക്ക് ചെയ്ത് വെക്കുക. എല്ലാവരും 3 ബെഡാണുള്ളത്. 3 ബെഡ്, ചാർജ് ചെയ്യാനുള്ള സംവിധാനം എല്ലാം ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. ഓ, ബാത്റൂം അടിപൊളി ബാത്റൂമൊക്കെ കേട്ടോ. ശരി, നമുക്കൊന്ന് പുറത്ത് പോയിട്ട് വരാം കേട്ടോ. വരി. നല്ല തണുത്ത കാറ്റ് അടിക്കുന്നുണ്ട്. കുറച്ച് നേരം വേർത്ത് കേട്ടെ. വേർത്തുണ്ടോന്നും അറിയില്ല കേട്ടോ. വേറെ വലിയ ചൂടൊന്നുമില്ല. എടുക്കാൻ ഒരുപാട് ഹോട്ടൽസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മോളോട് പോകുന്നതെന്ന് വെച്ചാൽ ചിലപ്പോൾ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ താഴത്തായി തന്നെ ടെൻ്റ് അടിക്കാൻ വെച്ചു. അടിപൊളി അന്നപൂർണ്ണൻ്റെ വ്യൂ തന്നെയാണെന്ന് തോന്നുന്നു കേട്ടോ കാണുന്നത്. Just look at the view. Oh my god. Oh എൻ്റെ മോനെ, അങ്ങോട്ടേക്ക് കൂടി പോയേക്കാം. അവസ്ഥ എന്താ ഐസോ ഐസായി പോയി നിന്നിട്ടോടെ. ഇപ്പം തന്നെ നല്ല തണുപ്പുണ്ട് കേട്ടോ. മോന്തൊക്കെ ഇതായി വരുന്നുണ്ട്. എന്താ വ്യൂ ആയിരിക്കും. എൻ്റെ മുത്തേ, എടേ എടേ. ഓ മാൻ, എത്ര വ്യൂ അല്ലേ. ഓ, ഇവിടെ നിന്ന് എത്ര ഹിമാലയാസ് കാണാം. ഇതിൻ്റെയൊക്കെ ഏതൊക്കെ പേര് എന്തൊക്കെ പേര് പഠിച്ചോന്നറിയാം. ഇവിടുത്തെ കാഴ്ചകൾ എത്രയോ കണ്ടാലും മതി വരില്ല. അത് അവിടുന്ന് അങ്ങോട്ട് നോക്കിയാൽ കാണാം. ഒരു അന്നപൂർണ്ണയാണോ ഏതാണെന്ന് ഓർമ്മല്ല. ഏതോ ഒരു വിഷയം ഹിമാലയാണ് എന്തായാലും. എൻ്റെ തണുത്തിട്ട് എജ്ജാതി തണുപ്പ്. ഇവിടെയൊക്കെ ടെൻ്റ് അടിച്ചിട്ടുണ്ടല്ലോ, രാത്രിയൊക്കെ മരിച്ചു പോയിരുന്നു. കാര്യം കൊണ്ട് പറയാം. സീറോ ആയിരിക്കും. ഇനിയിപ്പോൾ സീറോ വരുന്നു. ഇപ്പോൾ ടൈം 4 മണി എന്തോ ആയിട്ടുള്ളൂ. തണുപ്പ് എന്ന് പറഞ്ഞാൽ ഇത്രയും നേരം അയക്കിയതിന് ബെസ്റ്റ് വ്യൂ തന്നെയാണിത്. നമുക്ക് നാളെ രാവിലെ പോൺ ഹില്ലിൽ പോകണം.